ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം ഭാഗം 20 ഒരു പ്രാർത്ഥനയാണെന്ന്. പഴമ്പാട്ടും പഴങ്കഥയും. ലോകനാഥ പാഹി പാഹി ശോകനാശന ദൈവമേ. ലോകനാഥ പാഹി പാഹി ശോകനാശന ദൈവമേ. നീ കനിഞ്ഞനുഗ്രഹത്തെ ഏകിടേണമെല്ലായ്പ്പോഴും. ദുഷ്ടരെ വധിച്ചു നിത്യം ശിഷ്ടരെ രക്ഷിക്കും നാഥ. കഷ്ടകാലമെല്ലാം നീക്കി തുഷ്ടി നൽകയെല്ലായ്പ്പോഴും. നിൻ കൃപാലേശമില്ലെങ്കിൽ അങ്കുരിക്കും സങ്കടമാം വൻകടൽ കടന്നിടുവാൻ. നിൻ കടാക്ഷമൊന്നേ ഗതി. നിൻ കൃപാലേശമില്ലെങ്കിൽ അങ്കുരിക്കും സങ്കടമാം വൻകടൽ കടന്നിടുവാൻ. നിൻ കടാക്ഷമൊന്നേ ഗതി. നിത്യവും നിൻ വിചാരവും സത്യവും സൽപ്രവർത്തിയും കൃത്യമായി നടത്തിയിടുവാൻ ദൈവമേ വരം നൽകേണം. നിത്യവും നിൻ വിചാരവും സത്യവും സൽപ്രവർത്തിയും കൃത്യമായി നടത്തിയിടുവാൻ ദൈവമേ വരം നൽകേണം. ലോകനാഥ പാഹി പാഹി ശോകനാശന ദൈവമേ. നീ കനിഞ്ഞനുഗ്രഹത്തെ ഏകിടേണമെല്ലായ്പ്പോഴും. ഓം ശാന്തി. എന്നൊരു കഥ പറയാം. അതായത് നമ്മൾ അവോയ്ഡ് ബാഡ് കമ്പനി, ABC ഓഫ് ലൈഫ് ഈസ് അവോയ്ഡ് ബാഡ് കമ്പനി എന്നാണ് ഭഗവാൻ സത്യസായി ബാബ നമ്മളെ ഉപദേശിക്കുന്നത്. കാരണം ഒരു കൂട നല്ല ആപ്പിളിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഇടയിൽ ഒരു അഴുകിയ ടൊമാറ്റോയോ ഒരു ആപ്പിളോ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം കാലക്രമേണ പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും. അതുപോലെയാണ് ഒരു നല്ല കുട്ടിയുടെ അടുത്ത് ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ വന്ന് പേരുകയാണെങ്കിൽ ഈ കുട്ടിയുടെ നല്ല സ്വഭാവമല്ല അയാൾക്ക് കിട്ടുക, അയാളുടെ ചീത്ത സ്വഭാവം ഈ നല്ല കുട്ടിയിലേക്ക് പകരപ്പെടും. അങ്ങനെ ദുശ്ശീലങ്ങൾക്ക് നമ്മൾ വഴങ്ങുകയാണെങ്കിൽ, ഒരു ദുശ്ശീലം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അതിൻ്റെ കൂടെ ഒരു കൂട്ടം ദുശ്ശീലങ്ങളിലേക്ക് നമ്മൾ താനറിയാതെ തന്നെ വഴുതി വീണു പോകും. അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ വയ്യ. ഏതൊക്കെ രീതിയിലാണ് കുട്ടികളെ സ്വാധീനിക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കുന്നതെന്ന് പറയാൻ അറിയില്ല. അപ്പോൾ അതിന് ഒരു ദുശ്ശീലമുണ്ടെങ്കിൽ ബാക്കി ദുശ്ശീലങ്ങളും വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ അടുത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകളെയൊക്കെ വളരെ നന്നായിട്ട് സംരക്ഷിക്കുന്ന രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബ്രാഹ്മണന്മാർ വളരെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂജാവിധികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു നാടായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ദിവസം തോന്നി, ഈ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ആരെങ്കിലും
ചീത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുമോ എന്നൊന്നറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും എന്നും കണ്ടുപിടിക്കണം. ഒരു ദുശ്ശീലത്തിന് വഴങ്ങിയാൽ ബാക്കി ദുശ്ശീലങ്ങൾക്ക് വഴങ്ങും എന്നുള്ളൊരു ഒരു ഒരു മെസ്സേജ്, ഒരു സന്ദേശം എൻ്റെ ആളുകൾക്ക്, പ്രജകൾക്ക് നൽകണം എന്നുള്ളൊരാഗ്രഹം ഈ രാജാവിനുണ്ടായിട്ട് രാജാവ് ഒരു വിളംബരം ചെയ്തു. എന്താണ് വിളംബരം? ബ്രാഹ്മണന്മാരോടാണ്. ബ്രാഹ്മൺസ് അവരോടാണ്, അവർക്കാണ് മത്സരം വെച്ചിരിക്കുന്നത്. എന്താണ് മത്സരം? വേദങ്ങളൊക്കെ വെറും കള്ളമാണ്, അതൊക്കെ വെറുതെ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നതാണ് എന്ന് പറയണം. അവർ വേദാധ്യയനം ചെയ്യുകയും വേദത്തിലൂടെ ജീവിക്കുകയും വേദത്തിലൂടെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് ബ്രാഹ്മിൻസ് ഉള്ളവരാണ്. അവരോടാണ് പറയുന്നത്, വേദങ്ങളെ നിരാകരിക്കൂ, വേദങ്ങളില്ല എന്ന് പറയണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, മദ്യപാനം ചെയ്യണം. അവരാരും മദ്യപാനികളോ നോൺ വെജ് ഭക്ഷണം, അതായത് മാംസഭക്ഷണം ഒന്നും കഴിക്കുന്നവരല്ല. അവരോട് പറയുകയാണ് മദ്യപാനം ചെയ്യണം, അല്ലെങ്കിൽ പരസ്ത്രീ ഗമനം, ഒരു പരസ്ത്രീ, അതായത് വേറൊരാളുടെ ഭാര്യയും കൊണ്ട് ഒളിച്ചോടണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ സമ്മാനം തരാം എന്ന് പറഞ്ഞു. രാജാവിനറിയാം, ഒന്ന് ചെയ്താൽ ബാക്കിയെല്ലാം ചെയ്തു പോകും. കാരണം അതാണ് അതിൻ്റെ ഇഫക്റ്റ്. ഒരു ദുശ്ശീലത്തിൻ്റെ സ്വാധീനം അങ്ങനെയാണെന്ന് അദ്ദേഹത്തിനറിയാം. ആ ഒരു പാഠം തൻ്റെ പ്രജകളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം വെച്ചത് അദ്ദേഹം. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഒറ്റ ഒരാൾ മുന്നോട്ട് വന്നില്ല. ഒരു ബ്രാഹ്മണൻ പോലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതേ ഇല്ല. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. എൻ്റെ നാട്ടിലെ ആൾക്കാർ എത്ര പവിത്രമായ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്, അവരുടെ കർമ്മങ്ങളും സ്വധർമ്മങ്ങളും ഒന്നും വിട്ട് ജീവിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ആ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യം കൊണ്ട് ഒരു ജോലിയും കിട്ടുന്നില്ല, ഒരു ജോലിയും ചെയ്യാനും പറ്റുന്നില്ല, അവശനായി, ദാരിദ്ര്യം കൊണ്ടും ഭക്ഷണം കിട്ടാതെയും അവശനായി തിന്നപ്പോൾ അദ്ദേഹം ഈ വിളംബരം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ കാര്യം ചെയ്തുകൂടാ? അപ്പോൾ രാജാവ് തരുന്ന സമ്മാനം വാങ്ങിച്ച് എനിക്ക് സുഖമായിട്ട് കഴിയാമല്ലോ, എത്ര നാളായി നല്ലൊരു ഭക്ഷണം പോലും കഴിച്ചിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സ്വാമിൻ, ഞാൻ അങ്ങ് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണ്. 3 കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് സമ്മാനം തരണം. തരാമല്ലോ, സമ്മാനം തരാം. എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ മദ്യപാനം ചെയ്തോളാം, മദ്യപാനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, ചെയ്തോളൂ എന്ന് പറഞ്ഞു. സമ്മാനമൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷമായി, പണമൊക്കെ കൈ കിട്ടി. അതും കൊണ്ട് സന്തോഷമായിട്ട് പോയി. ചാരന്മാരെ വിട്ടൊക്കെ രാജാവ് അന്വേഷിക്കുമല്ലോ. അപ്പോൾ മദ്യപാനം ചെയ്തേ തീരുള്ളൂ, ഒളിച്ചു കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മദ്യപാൻ്റെ കടയിൽ പോയി മദ്യം വാങ്ങിച്ചിട്ടുണ്ടപ്പോൾ കൂടെയുള്ള ബാക്കിയുള്ള മദ്യപന്മാർക്ക് അത്ഭുതം. ഈ ഒരു ബ്രാഹ്മണൻ നമ്മുടെ ഇവിടുന്ന് മദ്യം വാങ്ങിക്കുന്നവർക്ക് സന്തോഷമായി. ഈ മദ്യപാന്മാരെ പറ്റി ഒരു കാര്യം പറയും. അവർക്ക് വളരെ സമത്വമാണ്. അവർക്ക് ഉച്ചനീചങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. എല്ലാവരും കള്ളുകുടിയന്മാർ, അതാണ് അവരുടെ മതം. അത് തന്നെയാണ് അവരുടെ ജാതി, മതം എല്ലാം ഈ മദ്യമാണ്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ വന്നു. അപ്പോൾ അവർ അദ്ദേഹത്തിന് എരികേറ്റി കൊടുക്കും, അത് കഴിപ്പിക്കും, ഇത് കഴിപ്പിക്കും. അദ്ദേഹത്തിനാണെങ്കിൽ ഭക്ഷണമൊക്കെ കണ്ടപ്പോഴത്തേക്കും ബ്രാഹ്മണനാണ്, നോൺ വെജ്, അതായത് മാംസഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് മറന്നുപോയി. ആദ്യമായിട്ട് മദ്യം കഴിക്കുകയില്ല, അതൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. എന്തൊക്കെയോ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ 1-2 ദിവസമായപ്പോഴത്തേക്കും ഈ കൂട്ടുകാരും വന്ന് എരികേറ്റി കൊടുക്കും, മദ്യം വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സൗഹൃദമായപ്പോഴത്തേക്കും രസം കൂടിയപ്പോൾ എന്ത് പറ്റി? നല്ല മദ്യപാനിയായിട്ട് മാറിയപ്പോഴത്തേക്കും എന്ത് വേദം, കുന്തം, വെറും കള്ളത്തരം, ആരോ പറഞ്ഞത് എന്തൊക്കെയോ ഉണ്ടാക്കി പറയണമെന്നൊക്കെ പറഞ്ഞ് വേദങ്ങളെയൊക്കെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ഇപ്പം രാജാവ് ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അധിക്ഷേപിച്ചൊക്കെ നടന്നപ്പോഴത്തേക്കും ഒരു ദിവസം കുടിച്ചു കൂത്താടി മത്തുകെട്ട് നടന്നു പോവുകയാണ്. ഇടയ്ക്ക് വീഴും പാമ്പെന്ന് നമ്മൾ പറയില്ലേ, പാമ്പിനെ പോലെ കിടക്കണമെന്നൊക്കെ പറയില്ലേ മദ്യപാന്മാരെ പറ്റി, അതുപോലെ തന്നെ ഇയാളെ എഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. സ്വന്തം വീടെന്ന് പറഞ്ഞ് ഒന്ന് കയറിയത് വേറൊരാളുടെ വീട്ടിലായിരുന്നു. അവിടെ ഇരിക്കുന്ന ഭാര്യ സ്വന്തം ഭാര്യയല്ലെന്ന് പോലും മനസ്സിലായില്ല. എൻ്റെ കൂടെ വാടി എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് ഓടാൻ തുടങ്ങി. അവൾ കൈകുതറി പോകാൻ നോക്കുന്നു, ഇയാൾ സമ്മതിക്കില്ല. അപ്പം ഇയാൾക്ക് ചാരന്മാരുണ്ടല്ലോ, അപ്പം രാജാവിൻ്റെ ചാരന്മാരെല്ലായിടത്തും ഉണ്ടല്ലോ. അവർ വേഗം ചെന്നിട്ട് അയാളെ പിടിച്ച് നിർത്തി ബോധം കുലുക്കി ഉണർത്തി, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അപ്പോൾ അയാൾക്ക് തെറ്റ് മനസ്സിലായി. അപ്പോൾ വേഗം രാജാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അപ്പോൾ രാജാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി, എനിക്ക് പണമൊന്നും വേണ്ട,
ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഒരു തെറ്റ് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ബോധം പോയി, എൻ്റെ ബോധശൂന്യം പോയി. ഞാൻ വളർന്നതും എൻ്റെ കുലവും എൻ്റെ കുലമഹിമയും എൻ്റെ സംസ്കാരവും ഒക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്കിനിയും പണമൊന്നും ആവശ്യമില്ല സ്വാമി. ഞാൻ എൻ്റെ പഴയ ബ്രാഹ്മണനെ പോലെ തന്നെ സാധാരണ ജീവിതം ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പം രാജാവിന് വളരെ സന്തോഷമായി. പറഞ്ഞു, നിങ്ങൾ വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യമാണ് ചെയ്തത്. കാരണം എനിക്ക് എൻ്റെ പ്രജകൾക്കൊരു സന്ദേശം കൊടുക്കണമായിരുന്നു. ആ സന്ദേശം കൊടുക്കുവാനായിട്ടൊരു കരുവായിട്ടാണ് നിങ്ങളെ ഞാൻ, ഉപകരണമായിട്ടാണ് നിങ്ങളെ ഉപയോഗിച്ചത്. അതിൻ്റേതായ സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇനി ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. ഇപ്പം മനസ്സിലായില്ലേ, ഒരു ദുശ്ശീലമുണ്ടെങ്കിൽ ബാക്കി ദുശ്ശീലങ്ങൾ നമ്മളെ ബാധിക്കുമെന്ന്. അത് മതി, അതാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതാണ് എൻ്റെ പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതിനങ്ങനെ സഹായിച്ചു, അതിന് നന്ദിയുണ്ട്. അപ്പം നമുക്ക് അതാണ്, ഒരു ദുശ്ശീലം പോലും നമ്മൾ സ്വീകരിക്കാനും പാടില്ല. ഒരു ദുശ്ശീലം വന്നാൽ പെട്ടെന്ന് തന്നെ അതിനെ ഒഴിവാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്കിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. ജയ് സായിരാം. എല്ലാവർക്കും നാളെ വിനായക ചതുർത്ഥി ആശംസകൾ. നന്നായിരിക്കട്ടെ. ഭഗവാൻ ഗണപതിയുടെ സിദ്ധിബുദ്ധി വിനായകനാണ്. സിദ്ധിബുദ്ധികളൊക്കെ തരുന്ന ആളാണ്. നമുക്ക് സങ്കടം വരുമ്പം വിഘ്നമുണ്ടാക്കി സങ്കടം ഹനിക്കുന്നവൻ, നമുക്ക് വേണ്ടത് വരുമ്പം നമുക്ക് നല്ലത് സംഭവിക്കാനായിട്ട് വിഘ്നങ്ങൾ അകറ്റുന്നവൻ, നമുക്ക് ചീത്ത സംഭവിക്കാതിരിക്കാൻ വിഘ്നമുണ്ടാക്കുന്നവൻ. അങ്ങനെ രണ്ടും വിനായകൻ തന്നെയാണ്. വിനായകൻ എന്നാണ്, നായകനില്ലാത്ത ദൈവമാണ് പിന്നെ നമ്മുടെ ഗണപതി. ആ ഗണപതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് സായിരാം.